Hello friends. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്ത സോളാറിൻ്റെ ഫുൾ കണക്ഷൻസും അതായത് പാനലിലെ കണക്ഷൻസ് അതിൻ്റെ ബാലൻസാണ് നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് കംപ്ലീറ്റ് അതായത് പാനൽ എങ്ങനെ സെറ്റ് ചെയ്യണം, എത്ര ഡിഗ്രി ചെരിച്ച് സെറ്റ് ചെയ്യണം, അതുമാത്രമല്ല എങ്ങനെ സ്ട്രിങ്ങുകളായിട്ട് കണക്ട് ചെയ്യണം, അതുമാത്രമല്ല പിന്നെ നമുക്ക് ലൈറ്റിംഗ് റസ്റ്റർ എങ്ങനെ കൊടുക്കണം, എത്ര വാട്ട്സിൻ്റെ പാനൽ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചത്. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പാനലിൽ നിന്ന് വന്ന സർക്യൂട്ട് DC വോൾട്ടേജ് നമുക്ക് ഇനി അത് ഈ ഇൻവെർട്ടറിലെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് നമുക്ക് KCBക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റണം, അതായത് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേക്ക് മാറ്റണം. ഇനി താഴെ വരുന്ന സെക്ഷനാണ് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ കാണുന്നത്. അതിൻ്റെ ഫുൾ കണക്ഷൻസും അതിൻ്റെ പ്രൊഡക്ഷൻസ്, ഒരു ദിവസം എത്ര യൂണിറ്റ്സ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് മീറ്ററിൽ ബൈ ഡയറക്ഷനിൽ മീറ്ററൊക്കെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും, അതുമാത്രമല്ല അതിൽ നിന്ന് റീഡിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, അപ്പോൾ KCBയിലേക്ക് പൈസ കൊടുക്കുന്നത്, തിരിച്ച് നമുക്ക് പൈസ കിട്ടുന്നത്, ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ കണക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പാനല് നേരെ നമ്മൾ പറഞ്ഞ പാനലിൽ രണ്ട് സെക്ഷൻ പറഞ്ഞു, 2 സ്ട്രിങ് ആയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 4 വയർ, ഓരോ സ്ട്രിങ്ങിലും 2 വയർ വെച്ച് പ്ലസ് മൈനസ്, അപ്പുറത്തെ സ്ട്രിങ്ങിലും പ്ലസ് മൈനസ്. ഇത് നമ്മൾ നേരെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ 4 വയറാണ് നമ്മളിവിടെ വരുന്നത്. അപ്പോൾ ഈ 4 വയർ വരുന്ന സമയത്ത് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ 4 വയർ വരുന്നത് ഈ പൈപ്പിൽ വരണേ, ഈ പൈപ്പിലൂടെയാണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അൾട്ടിമേറ്റ് അതിന്റെ ഇൻപുട്ട് ഇതാണ്. പക്ഷെ നമുക്ക് ഈ DC സൈഡിൽ, അതായത് ഈ വരുന്ന മോളിൽ നിന്ന് വരുന്ന മറ്റേ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DC സപ്ലൈയാ. ഈ DC സപ്ലൈക്ക് നമുക്ക് നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം. കാരണം ലൈറ്റ്നിങ് വരിക, അല്ലെങ്കിൽ ഇത് ചില സമയത്ത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ അല്ല എന്തെങ്കിലും പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതിന് DCDB എന്ന് പറയും. DCDB DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് 2 in 2 ഔട്ട് ചെയ്യാനുണ്ടോ? അതായത് നമ്മൾ 2 ഇൻപുട്ടായിട്ട് വരണേ. PV1 PV2 എന്ന് പറഞ്ഞ 2 ഇൻപുട്ട് ഉണ്ട്. അതായത് നമ്മൾ 2 സ്ട്രിങ് പറഞ്ഞല്ലോ, 6 പാനലിന്റെ ഒരു സ്ട്രിങ് അത് PV1, പിന്നെ 5 പാനലിന്റെ അടുത്ത സ്ട്രിങ് അത് PV2. ഇത് രണ്ടും നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു സെക്ഷനും ഇതൊരു സെക്ഷനുമാണ്. ഇപ്പൊ ഈ സെക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം ഫ്യൂസ് വഴിയാണ് പോകുന്നത്. സൈഡിൽ കാണുന്നത് ഇത് ഫ്യൂസ് ആണ്. ആ ഫ്യൂസ് വഴി പോകുന്നത്. ഈ ഫ്യൂസ് പോയിട്ട് പിന്നെ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ SP എന്ന് പറയുന്നത് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്, ഈ SPDയിലേക്ക് കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ ലൂപ്പ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന സർജ് ഒരു സർട്ടൺ ലിമിറ്റിൽ എക്സീഡ് ആവുകയാണെങ്കിൽ ഇത് എർത്തായി പോകും. ഇവിടെ ഇതിന്റെ അതർ എൻഡ് ഉണ്ടല്ലേ, SPDയുടെ അതർ എൻഡ് എർത്ത് ചെയ്തിരിക്കുകയാണ്. ഈ എർത്ത് ഉണ്ടല്ലേ, എർത്ത് ഇതുവഴി നമ്മൾ എർത്ത് ചെയ്ത് പോവാം, കണ്ടില്ലേ? അപ്പൊ ഇത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മോളിൽ നിന്ന് വരുന്ന PV1 PV2 ഇത് വഴി കയറി ഇറങ്ങി പോകുന്ന അത്രേ ഉള്ളൂ. അതായത് MPPT കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യമേ തന്നെ ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. ഇൻവെർട്ടറിലേക്ക് കൊടുക്കണേക്ക് മുമ്പ് ഒരു DC സൈഡിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു, അത്രേ ഇതിന്റെ ഉദ്ദേശമുള്ളൂ. ഇനി ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ട്, ഇത് PV1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രിങ് 1ന്റെ ഔട്ട്പുട്ട്, അതാണ് PV1. ഇത് പ്ലസ് മൈനസ്, ഈ 2 കണക്ഷൻ. ഇത് MC4 കണക്ടേഴ്സ് എന്ന് പറയും. ഇതിന്റെ ഈ MC4 കണക്ടർ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഈ 4 കണക്ഷൻ ഇത് രണ്ടെണ്ണം PV1, ഇത് 2 PV2. ഓക്കെ. ഈ 2 ഇൻപുട്ട്, ഈ ഒരു PV1 എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ 6 പാനലിന് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എടുക്കുന്ന ഔട്ട്പുട്ട് ആണ് ഇവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇത് 5 പാനലിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എടുക്കുന്ന ഔട്ട്പുട്ട് ആണ് ഇവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇത് ഇൻവെർട്ടറിന്റെ MPPT സർക്യൂട്ടിലേക്ക് പോകും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതിനെ DC-നെ AC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് 230 സപ്ലൈ പോകുന്നത്. ഓക്കെ. ഈ 230 സപ്ലൈ എടുത്തിരിക്കുന്നത് AC സൈഡിൽ ഇതുപോലെ തന്നെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് ഉണ്ട്. അതായത് ഇത് ACDB, മറ്റേത് DCDB, DC ഡയറക്റ്റ് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. ഇത് AC ആൾട്ടർനേറ്റ് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, ACDB. ഇപ്പൊ ഇതിന് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് MCB ആണുള്ളത്. മെയിൻ സർക്യൂട്ട് ബ്രേക്കറുണ്ട്, പിന്നെ സർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ 2 പ്രൊട്ടക്ഷൻ സർക്യൂട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഈ മീറ്ററിംഗ് സർക്യൂട്ടിലേക്കാണ്. ഇപ്പൊ ഒരു മീറ്റർ ഉണ്ട്. മീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇത് ശരിക്കും പറഞ്ഞ ഒരു എനർജി മീറ്റർ ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇവിടെ ഈ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു സ്വിച്ച് അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇത് പോകുന്നത് നമ്മുടെ സാധാരണ ഇതൊരു എനർജി മീറ്റർ എന്ന് പറയാം. അതായത് നമ്മള് പാനൽ വെച്ചതിന് ശേഷമുള്ള മൊത്തം പ്രൊഡക്ഷൻ 2457 kWh എന്ന് പറയുന്നതാണ് നമ്മുടെ യൂണിറ്റ്.
ഓക്കെ. ഒരു 1 kWh എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു യൂണിറ്റ്. ഓക്കെ. അപ്പോൾ 2457 യൂണിറ്റ് ഇതേവരെ ജനറേഷൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ പ്രൊഡക്ഷൻ അറിയണമെങ്കിൽ നമുക്ക് ഇതാ PV1 PV2 പിന്നെ ഇതാ ഇത് ടുഡേയ്സ് പ്രൊഡക്ഷൻ ആണ് 23.77. അതായത് ഇന്ന് കാലത്ത് മുതൽ ഇപ്പൊ വരെ, അതായത് വീഡിയോ എടുക്കുന്ന സമയം വരെ 23.77 ആണ് ഇതുവരെയുള്ള ഇതിന്റെ. അതായത് നമ്മളിപ്പോ വെച്ചിരിക്കുന്നത് 5 കിലോവാട്ടിന്റെ പാനൽ നമ്മൾ കൊടുത്തിട്ട് ഇപ്പോ വൈകിട്ട് 6 മണിയായപ്പോഴേക്കും നമുക്ക് 23.77 കിട്ടി. അതൊരു 25 വരെയൊക്കെ പോകും, 5 യൂണിറ്റ് വരെ നമുക്ക് കിട്ടാം. അതായത് അത്രയും യൂണിറ്റ് നമ്മളിപ്പോ ഇവിടെ പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞു. നമ്മളിപ്പോ നോർമൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര യൂണിറ്റ് വരെ മാക്സിമം ഒരു ആവറേജ് ആവശ്യം അതനുസരിച്ചിരിക്കും. അതായത് ഒരു 3000 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരു വീടിന് ഒരു 3 കിലോവാട്ടിന്റെ ഒരു സിസ്റ്റം മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരു ദിവസം നമ്മൾ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 യൂണിറ്റിക്കുള്ള ആവശ്യം വരുമോ നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം? അതായത് ഒരു കിലോവാട്ടിന് ആവറേജ് 4 യൂണിറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കിലോവാട്ടിനാവുന്ന 12 പിന്നെ ഒരു മാസമാകുമ്പോൾ 36 360 അത്രയും യൂണിറ്റ് സഫീഷ്യന്റ് ആയിരിക്കും. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ 25 യൂണിറ്റ് നമ്മൾ കണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് സാധാരണ ഒരു വീട്ടിന് മാക്സിമം അത്രേ വരുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഉപയോഗിക്കുകയാണെങ്കിൽ 3 AC പിന്നെ നമുക്ക് ഒരു മോട്ടർ ഉള്ള ഇത്, പിന്നെ ഒരു മറ്റേ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യുന്ന, പിന്നെ ഒരു ഇൻഡക്ഷൻ ഹീറ്റർ, ഫ്രിഡ്ജ്, പിന്നെ വാഷിംഗ് മെഷീൻ, ഇത്രയും ഫെസിലിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 25 യൂണിറ്റ് വരില്ല. മാക്സിമം ഒരു 15 യൂണിറ്റ് അല്ലെങ്കിൽ 20 യൂണിറ്റ് നിൽക്കും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു 10 യൂണിറ്റ് അല്ലെങ്കിൽ ഒരു 5 യൂണിറ്റ് നമുക്ക് ഒരു ദിവസം ബാലൻസ് വെക്കാൻ പറ്റും. അത്രയും വെച്ച് ബാലൻസ് വെക്കാൻ പറ്റും. അപ്പൊ അത്രയും എമൗണ്ട് മന്ത്ലി നോക്കി കഴിയുമ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് KSEB റിട്ടേൺ കിട്ടും. KSEB നമുക്ക് കിട്ടും. ഇപ്പൊ ഇത് തന്നെയാണെങ്കിൽ ഇവിടെ ഒരു മാസത്തിൽ ഒരു അവരുടെ സർവീസ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. അതൊരു 75 രൂപ 60 75 രൂപ, ഒരു 100 താഴെയുള്ള ഒരു എമൗണ്ട് ആണ് വരുന്നത്. അതായത് ബേബിച്ചേട്ടൻ ആദ്യം വന്നിരുന്ന ഒരു മന്ത്ലി വരുന്നത് ഏകദേശം 3000 രൂപ അടുത്ത് നമുക്ക് കറണ്ട് കാശ് വന്നിരുന്ന സ്ഥലത്ത് ഇപ്പോ നിസാര എമൗണ്ട് എത്ര 75 രൂപ റേഞ്ചിൽ അടച്ചാൽ മതി. അത്രയും എമൗണ്ട് നമുക്ക് എനർജി ചാർജ് അല്ല, അത് അവരുടെ KSEBയുടെ സർവീസ് ചാർജ് എന്ന് പറയും. അത്രയും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് വേറെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു ഡിവൈസ് ആണ്. ഇത് അതിന്റെ ഒരു ഡോങ്കിളാണ്, അതിന്റെ വൈഫൈ ഡോങ്കിളാണ്. ഇതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് മൊബൈലിൽ വേണമെങ്കിൽ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ഷൻ അറിയാൻ പറ്റും. എവിടെ ഇരുന്നിട്ടും, ഏത് ലോകത്തിന് എവിടെ ഇരുന്നാലും നമുക്ക് മൊബൈലിൽ നമ്മുടെ സിസ്റ്റത്തിന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ വീട്ടിലെ വൈഫൈ ആയിട്ട് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ വീട്ടിലെ വൈഫൈ ഉണ്ടാവണം. നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ അതിന്റെ IP അഡ്രസ് ആയിട്ട് ഇതിനെ ലിങ്ക് ചെയ്തിട്ട് ഈ സിസ്റ്റം നമ്മുടെ വീട്ടിലെ വൈഫൈ സിസ്റ്റം ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ഇതിലുണ്ടാവുന്ന ജനറേഷന്, ഒരു ദിവസം ഉണ്ടാവുന്ന ജനറേഷനും ഇതിലുണ്ടാവുന്ന എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ തന്നെ അതും അറിയാൻ പറ്റും, എല്ലാം അറിയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ആണത്. അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ KSEBക്കാര് ഇതിനെ കാലിബ്രേറ്റ് ചെയ്ത മീറ്ററാണത്. അതായത് നമ്മൾ സാധാരണ വെക്കുന്ന KSEBയുടെ മീറ്റർ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടല്ലേ, അത് കൂടാതെ സെപ്പറേറ്റ് സോളാറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു എനർജി മീറ്റർ ആണ് ഇരിക്കുന്നത്. ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇതിൽ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി മീറ്റർ എന്ന സംഭവം ഉണ്ട്. അതായത് നമ്മളിപ്പോ ഈ മീറ്ററിൽ നിന്നാണ് നമ്മൾ പറയുന്ന അടുത്ത മീറ്ററിലേക്ക് അടുത്ത മീറ്ററിലേക്ക് പോകണം. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഉള്ള കണക്ഷൻ എടുത്തിരിക്കുന്നത്. അതായത് ഇതിലാണ് നമ്മുടെ KSEBയുടെ മെയിൻ സപ്ലൈ വന്നിരിക്കുന്ന എനർജി മീറ്റർ ആണ് ഈ കാണുന്നത്. ഓക്കെ, അത് നമ്മൾ KSEBയുടെ സർവീസ് വയർ ഇവിടെ വന്നിട്ട് ഇതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഈ 2 വയറാണ് നമ്മുടെ വീട്ടിനകത്തേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബൈ ഡയറക്ഷണൽ മീറ്ററാണ്. ഈ മീറ്റർ ഇതിനു മുമ്പുള്ള ഈ എനർജി മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂണി ഡയറക്ഷനിലാണ്. ഇത് ആ ഡയറക്ഷനിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാത്രമാണ് പാസ് ചെയ്യുള്ളൂ. ഓക്കെ, ഒന്ന് യൂണി ഡയറക്ഷനിൽ, അടുത്തത് ബൈ ഡയറക്ഷനിൽ. ഇത് ബൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോത്ത് വേ കറണ്ട് അത് പാസ് ചെയ്യും. അതായത് അപ്പൊ നമ്മൾ സോളാർ വെക്കുന്ന സമയത്ത് നമ്മുടെ പണ്ടത്തെ മീറ്റർ മാറ്റിയിട്ട് ഈ ബൈ ഡയറക്ഷനിൽ, അതെ, അവർ നേരത്തെ മീറ്റർ മാറ്റിയിട്ട് ഈ മീറ്റർ അവർ കൊണ്ടുപോയി. അപ്പൊ ഈ മീറ്ററിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പകല് ഈ പവർ ജനറേഷൻ ഉള്ള സമയത്ത്, സോളാർ പവർ ജനറേഷൻ ഉള്ള സമയത്ത് നമുക്ക് ആരോ ഇങ്ങോട്ട് ഫോർവേഡിൽ കാണിക്കും. അതായത് നമ്മൾ എക്സ്പോർട്ടിങ് ആയിരിക്കും.
KCBക്ക് കൊടുക്കുകയാണ്, KCB ഗ്രിഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ ലൈൻ വഴി നേരെ ട്രാൻസ്ഫോമറിലേക്ക് പോകും, പിന്നെ മറ്റുള്ള സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂഷൻ വേണ്ടി പോകും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ രാത്രിയുള്ള സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളാർ ഇത് ജനറേഷൻ ഇല്ലാത്ത സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മൾ KCBയുടെ സപ്ലൈ ഇങ്ങോട്ടേക്ക് വരണം. അത് നമുക്കൊരു ഡയറക്ഷൻ ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ഡയറക്ഷൻ മാറും. അതുകൊണ്ടാണ് അതിനെ ബൈ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് അതിന്റെ അകത്ത് ആരോസ് നമുക്കത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത് നോക്കിയിട്ടാണ് ഇവര് ശരിക്കും പറഞ്ഞാൽ റീഡിങ് എടുക്കുന്നത് KCBക്കാര്. ഓക്കെ, അപ്പൊ ഈ നെറ്റ് മീറ്റർ നമുക്ക് അറിയാൻ പറ്റും എന്തോരം എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് അറിയാൻ പറ്റും. ഇതിന്റെ നെറ്റ് വാല്യൂ ആണ് നമുക്ക് അവര് നമ്മൾ ശരിക്കും പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇങ്ങോട്ട് പൈസ തരണോ അങ്ങോട്ട് പൈസ കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ നെറ്റ് വാല്യൂ ആണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് അതിന്റെ ഡിഫറൻസ് അത് നമ്മളാണ് എക്സസ് ആയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ബാലൻസ് എമൗണ്ട് KCB തരും. അല്ല നമ്മൾ ഇമ്പോർട്ടാണ് കൂടുതലെങ്കിൽ നമ്മൾ പൈസ അതിനനുസരിച്ച് നമ്മുടെ ബില്ലിൽ വരും. അതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് 2 അലുമിനിയം കേബിളാണ് കൊടുക്കുന്നത്. 2 കേബിൾ കൊടുത്ത് വരുന്നുണ്ട്. നമ്മൾ ആ മുകളിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന 2 കേബിളുകൾ ഒന്ന് നമ്മൾ സെപ്പറേറ്റ് എർത്ത്, അതായത് ലൈറ്റ്നിങ് അറസ്റ്റർ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന്റെ എർത്ത് സെപ്പറേറ്റാ. അപ്പോൾ അതിന്റെ ഒരു സെപ്പറേറ്റ് പിറ്റ് ഉണ്ട്. ഇവിടെ 4 പിറ്റാണ് ഉള്ളത്. ഇവിടെ 4 പിറ്റ്, ഒന്ന് ഫസ്റ്റ് പിറ്റ് 1 2 3 4 പിറ്റ് ഉണ്ട്. 4 പിറ്റാണ് നമുക്ക് മൊത്തം. 4 പിറ്റ് എന്ന് വെച്ചാൽ 4 കുഴികൾ എടുത്തേക്കാം. 4 കുഴികൾ എടുത്തിരിക്കാം. അപ്പൊ അതിനകത്ത് ഒരു ചേമ്പർ ഉണ്ട്. അതിനകത്ത് നമ്മൾ എർത്തിങ് കോമ്പൗണ്ട് ഒരു 10 കിലോ ഉള്ള ഒരു കെമിക്കൽ ഉണ്ട് ആ സാധനം. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എർത്തിങ് കോമ്പൗണ്ട് എന്നാണ് പറയണത്. അത് വേണം. അത് നമ്മുടെ കണ്ടക്ടിവിറ്റി കൂടും. ശരിക്കും പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 വോൾട്ട് വോൾട്ടേജ് ഉണ്ടല്ലോ, നമ്മൾ ന്യൂട്രൽ എർത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള വോൾട്ടേജ് അതിന് ഏറ്റവും മിനിമം ആക്കാൻ വേണ്ടി സഹായിക്കും. അതായത് കണ്ടക്ടിവിറ്റി കൂട്ടും, എർത്തിലേക്കുള്ള കണ്ടക്ടിവിറ്റി കൂട്ടും. വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് നനച്ചു കൊടുത്താലും നല്ലതാണ്. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ നമ്മൾ സ്ട്രക്ചർ ഉണ്ടല്ലോ, 2 സ്ട്രിങ് നമ്മൾ കൊടുത്തിട്ടില്ലേ, 6 പാനലിൽ വെച്ചാണ് ഒരു സ്ട്രിങ്ങും 5 പാനലിൽ വെച്ചിട്ട് അതർ സ്ട്രിങ്ങും. ഈ 2 സ്ട്രിങ് നമ്മൾ എർത്ത് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ കറക്റ്റ് ചെയ്തു. അത് ഒരു കേബിൾ കൊടുത്തു. ഇനി അടുത്ത കേബിൾ 2 സ്ട്രിങ്ങിന്റെ സ്ട്രക്ചറും കൂടെ കമ്പൈൻഡ് ചേർത്ത് കൊടുത്തിട്ട് അതും ഇവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വന്നത്. അപ്പൊ 2 എർത്ത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ടിന്റെ കാര്യം പറഞ്ഞു. SPD സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. അതായത് നമ്മുടെ ഈ ഓരോ മറ്റേ DCയും ഈ സർജ് SPD കൂടെ കടന്നു പോകുന്നത്, സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് കൂടെ. ഇനി ഇതിനെന്തെങ്കിലും സർജോ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എർത്ത് ഉപയോഗിക്കുന്നത്. സെപ്പറേറ്റ് എർത്ത്. ഈ സർക്യൂട്ടിന്റെ PV1 സൈഡിലും PV2 സൈഡിലും 2 എർത്ത് കൊടുത്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിന് വേറെ പിറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതും സെപ്പറേറ്റ് ഒരു എർത്ത് ചെയ്ത് നമ്മൾ മാറ്റി. അതേപോലെ തന്നെ AC DBയിലും ഇതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ സർജ് SPD കൊടുത്തിട്ടുണ്ട്. ആ SPD ഇതുപോലെ തന്നെ നമുക്ക് സർജ് വരുന്ന സമയത്ത് മാത്രമാണ് ഇതുകൊണ്ട് ഉപകാരമുള്ളൂ. എപ്പോൾ നമ്മൾ സർജ് വരണോ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനെ എപ്പോൾ എക്സീഡ് ആവണോ അപ്പോൾ ഈ സാധനം വർക്ക് ചെയ്തിട്ട് അതിന് എക്സസീവ് ആയിട്ടുള്ള സപ്ലൈ ഇതിവിടെ ഗ്രൗണ്ട് പോകും. അപ്പോൾ 1 2 3 4 ഗ്രൗണ്ട് സർക്യൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മസ്റ്റ് ആയിട്ട് മിനിമം നമ്മളൊരു 4 വേണം കൊടുത്തിരിക്കണം. അതൊരു സ്റ്റാൻഡേർഡ് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ബേബിച്ചേട്ടൻ ഇത്രയും വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സോളാറിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയും ഒരു ആകാംക്ഷയോടെ ഇങ്ങനെ അറിയാനുള്ള ചാൻസും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തൊക്കെയാണ് ബേബിച്ചേട്ടൻ? ഓക്കെ, ഞങ്ങൾ വാരിയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അതായത് എറണാകുളം ജില്ലയിലെ ഫ്രാഞ്ചൈസിയാണ്. ഞങ്ങൾക്ക് പെരുമ്പാവൂർ ഒരു ഷോറൂമുണ്ട്, ഓഫീസുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പാപ്പമ്പടിയിൽ നമുക്ക് നമ്മുടെ ഗോഡൗൺ ഉണ്ട്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റലേഷൻസ് ഒക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പുതിയ ഒരു സിസ്റ്റം, ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സബ്സിഡി സ്കീം വന്നിട്ടുണ്ട്. MNRE മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. അങ്ങനെ ഒരു മിനിസ്ട്രി നമുക്കുണ്ട്. ഈ മിനിസ്ട്രിയാണ് ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗ്രീൻ എനർജീനെ പ്രൊമോട്ട് ചെയ്യുക, ഈ സോളാർ ആൾക്കാർ കൂടുതൽ വെക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഈ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ മിനിസ്ട്രിയാണ്. അപ്പോൾ ഈ MNRE ഇപ്പോൾ ഒരു പുതിയൊരു സബ്സിഡി സ്കീം തുടങ്ങിയിട്ടുണ്ട്. ആ സബ്സിഡി സ്കീമിൽ ഞങ്ങൾ രജിസ്ട്രേഡ് വെണ്ടറാണ്. ഞങ്ങൾ ഇൻസ്റ്റലേഷൻസ് ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറിന് ഡയറക്റ്റായിട്ട് സബ്സിഡി കിട്ടുന്ന ഒരു സ്കീമാണ്. ഈ ഇൻസ്റ്റലേഷനെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 30 days ഈ സബ്സിഡി, അതായത്
40%, 3 കിലോ വാട്ട് വരെ 40%, 5 കിലോ വാട്ട് വരെ 30%, 5 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെ 20%. അതാണ് കണക്ക്. അതായത് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് അല്ല, ഗവൺമെന്റിന്റെ ഒരു കണക്കുണ്ട്. അതിപ്പോ ശരിക്കും പറഞ്ഞാൽ 3 കിലോ വാട്ടിന്റെ ഒരു 45,000 രൂപയോടെ അടുത്ത് നമുക്ക് ഒരു കസ്റ്റമറിന് സബ്സിഡി ആയിട്ട് കിട്ടും. അതായത് നമുക്കൊരു ഇൻസ്റ്റലേഷൻ 3 കിലോ വാട്ടിന്റെ ഒരു സിസ്റ്റം സാധാരണ വീടുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കിലോ വാട്ടിന്റെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് 2,25,000 രൂപ നോർമലി വരും. സാധാരണ ഒരു വീട്ടിൽ നമ്മളൊരു 3 കിലോ വാട്ട് മതിയാവും. നമുക്ക് 3 കിലോ വാട്ട് മതിയാവും. ഒരു 3,000 രൂപ കറണ്ട് ബില്ല് അടയ്ക്കുന്ന ഒരു കുടുംബത്തിന് ശരിക്കും പറഞ്ഞാൽ 3 കിലോ വാട്ടിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് 2,15 ലക്ഷം രൂപ വരും. ഇതിനകത്ത് ഒരു 45,000 രൂപ തിരിച്ച് ഈ കസ്റ്റമറിന് കിട്ടും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1,80,000 രൂപയുള്ളൂ ഇതിന്റെ നെറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ 45,000 രൂപ വലിയൊരു അനുഗ്രഹമാണ്. ഗവൺമെന്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ആൾക്കാർക്ക് അധികം അറിയില്ല. അത് പുതിയൊരു സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് നിലവിൽ വന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഞങ്ങൾ മറ്റേ ഇൻസ്റ്റലേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. ആൾക്കാർക്ക് മറ്റേ സബ്സിഡിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് MSME-കാർക്ക്, അതായത് സ്മോൾ ഇൻഡസ്ട്രീസ് നടത്തുന്നവർക്ക് ഇപ്പോൾ ഞങ്ങളുടെ വാരി കമ്പനി ത്രൂ ആയിട്ട് SBIയുടെ ഒരു സൂര്യശക്തി എന്ന് പറഞ്ഞിട്ടൊരു ലോൺ സ്കീം, അത് വളരെ ഉപകാരപ്പെട്ട ഒരു ഇതാണ്. അത് ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് നടത്തുന്നവർക്കാണ് കിട്ടുന്നത്. അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20% നമ്മൾ മാത്രം മുടക്കാൻ മതി. ഗവൺമെന്റിന്റെ ഒരു നാഷണലൈസ്ഡ് ബാങ്കാണ്. ഗവൺമെന്റിന്റെ ഒരു സ്കീം തന്നെയാണത്. സൂര്യശക്തി എന്ന് പറഞ്ഞിട്ട് ഒരു ലോണിന്റെ സ്കീം ഉണ്ട്. ഇത് വളരെ വളരെ നല്ലൊരു സ്കീമാണ്. കാരണം ചെറിയ ഇൻഡസ്ട്രി ഒക്കെ നടത്തുന്നവർക്ക് മാസം 1 ലക്ഷം രൂപ കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് മാസം ഇത്രയും അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും എത്ര കറണ്ട് ബില്ല് വരണോ അത്രയും EMI ആയിട്ട് അടഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ലോൺ സ്കീമാണ്. അത് അവർക്ക് ഒരു മറ്റേ ശരിക്കും MSME ചെറിയ ഇൻഡസ്ട്രി ഒക്കെ നടത്തുന്നവരെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായിരിക്കും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 20% മുടക്കിയിട്ട് നമ്മളൊരു സോളാർ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് അതായത് നമ്മുടെ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം കൊണ്ട് അതിന്റെ EMI അടഞ്ഞു പോകും. EMI അടഞ്ഞു പോയി. അത് ആ EMI എത്ര നാളെ തന്നെ ചിലപ്പോൾ 7 കൊല്ലം, ചിലപ്പോൾ 5 കൊല്ലം, 6 കൊല്ലം, എത്ര അടച്ച് തീരണ ആ കാലം വരെ ഇത് നിൽക്കും. EMI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ലിനനുസരിച്ചിട്ടായിരിക്കും. സപ്പോസ് ഇപ്പോൾ 1 ലക്ഷം രൂപ കറണ്ട് ബില്ല് വരണമെങ്കിൽ ആ 1 ലക്ഷം ആയിരിക്കും EMI. ഓക്കെ, ഇപ്പോൾ ഒരു 10,000 രൂപയാണ് നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ ആ 10,000 ആയിരിക്കും നമ്മുടെ EMI. അപ്പോൾ EMIയുടെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഇത് ലോണിന്റെ കാലാവധി നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സോളാറിന് വേണ്ട കറണ്ട് ബില്ല് അടയ്ക്കണതിന് പകരം ലോണിന്റെ EMI അടച്ചാൽ മതി. അത് കഴിഞ്ഞ് ഇത്ര വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ സോളാറിൽ നിന്ന് കിട്ടുന്ന എല്ലാം ഫ്രീ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 2 പാർട്ട് ചെയ്തതിൽ എങ്ങനെ കണക്ഷൻസ് കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സോളാർ സിസ്റ്റം നമുക്ക് വീട്ടിൽ വെച്ചിട്ട് അത് KCB ആയിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാം, അതിൻ്റെ സർക്യൂട്ടുകൾ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്, MNRI ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങൾ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണേ. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഇൻഫർമേഷനായിട്ട് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്തേക്കുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.